SFIയുടെ സമരം ഫലം കണ്ടു. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് മന്ത്രി പി പ്രസാദ്. സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. നാളെ ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെ SFIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി പി പ്രസാദ് വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. UG, PG കോഴ്സുകൾക്ക് 50% വരെ ഫീസ് കുറയ്ക്കാനാണ് ധാരണ. സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. നാളെ ചേരുന്ന യോഗത്തിൽ തീരുമാനമാകുമെന്നും മന്ത്രി പറഞ്ഞു. നാളെ തന്നെ ഓൺലൈനായി യോഗം ചേർന്നുകൊണ്ട് ഈ വർധനവ് പിൻവലിക്കണം, ഗണ്യമായ കുറവ് വരുത്തണം എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നല്ല കുറവുണ്ടാവും. ഓൺലൈൻ മീറ്റിംഗ് ആണെന്നുള്ളത് കൊണ്ട് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ തിങ്കളാഴ്ച അദ്ദേഹം പറഞ്ഞതുപോലെ തിങ്കളാഴ്ച തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് ചില കേസുകൾക്ക് പോകാം. അത് ഓരോരുത്തരുടെയും അവകാശമാണ്, കേസിന് പോകണോ വേണ്ടേ എന്നെല്ലാം ഉള്ളതെല്ലാം. പക്ഷെ അതും നമുക്ക് മുമ്പിലൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അത് കണക്കിലെടുത്ത് ബന്ധപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന കാര്യവും സർവകലാശാല ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേസിൻ്റെ കാര്യം പറഞ്ഞും നമുക്ക് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന വിവരവും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഫീസ് അടച്ചവർക്ക് അടുത്ത സെമസ്റ്ററിൽ ഈ ഫീസ് വകവയ്ക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഫീസ് വർധനയെന്നായിരുന്നു സർവകലാശാലയുടെ വിശദീകരണം. ഇക്കാര്യം ധനവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഫീസ് വർധനവിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി പഠനം നിർത്തിയിരുന്നു. ഈ വിദ്യാർത്ഥിയെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.